എല്ലാവരും ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാലും അറിഞ്ഞവരാരും വെളിയിൽ മിണ്ടുന്നുമില്ല. ഞാനാണെങ്കിൽ ഈ ഒരു ഹോട്ടലുണ്ടല്ലോ, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. മാന്യമായിട്ട് പറയല്ല, ഏകദേശം ഒരു അരമണിക്കൂറോളം കാറിന്റെ ക്യൂവിൽ നിന്നിട്ടാണ് ഞാൻ ഈ കടയ്ക്കകത്തോട്ട് കയറിയത്. കാറ് പാർക്ക് ചെയ്ത് വന്നപ്പോൾ എന്താ ഈ നടയിൽ ഇത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവസാനം എന്റെ നമ്പർ വിളിച്ച് ഞാൻ നേരെ ടേബിളിന്റെ ഫ്രണ്ടിലേക്ക് വന്നു. ഈ മെനു ഒന്ന് കണ്ണി കണ്ടതും കേട്ടിട്ടില്ലാത്തതായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഓർഡർ ചെയ്തു. ഫസ്റ്റ് വന്ന് ഇതാണ്ട് ഇടിവെട്ട് ഹോട്ട് ആൻഡ് സോർ സൂപ്പായിരുന്നു. സൂപ്പ് നല്ല ചൂടായിരുന്നുകൊണ്ട് കുടിക്കാൻ സമയം എടുത്തു. കുടിച്ചു തീരുന്നുമ്പോ ഇതാ വരുന്നു പ്രൊഡേറ്ററിനെ പൊരിച്ചു കൊണ്ടുവന്നുള്ളൊരു സാധനം. സംഭവം വേറെ ഒന്നുമല്ല, ഞാൻ ഓർഡർ ചെയ്തിരുന്ന ക്രാബ് ഫ്രൈ ആയിരുന്നു കേട്ടോ. ഇതിന്റെ ഒരു കാലം എന്ന് പറയുമ്പോൾ എന്റെ ഒരു കൈ അത്രയുണ്ട്, അത്രയും വലിപ്പം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും ടേസ്റ്റിൽ ഒരിടത്തൊന്നും ഞണ്ട് ഫ്രൈ കഴിച്ചിട്ടില്ല കേട്ടോ. അത്രയും അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇതിന്റെ കൂടെ ഒരു മൽപ്പിടുത്തം പിടിക്കേണ്ടി വന്നു ഇതിന്റെ ഒരു കാല് പൊട്ടിക്കാൻ. പുറമേ ഒരു പാറയുടെ കട്ടിയുണ്ടെങ്കിലും അകത്തിരുന്ന സാധനം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റിൽ നല്ല പൂ പോലത്തെ സാധനമായിരുന്നു. കൊടുക്കണ പൈസയ്ക്ക് വെർത്തായിട്ടുള്ള ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇത് കഴിച്ചോണ്ടിരുന്നപ്പോ തന്നെ ദൂരെ നിന്ന് ചേട്ടൻ എന്റെ അടുത്ത ഓർഡറുമായിട്ട് വരുന്നുണ്ടായിരുന്നു. മട്ടൻ അൽമാസ്. ഇത് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്താണ് സാധനം എന്ന് അറിയാൻ വേണ്ടി ഓർഡർ ചെയ്തതായിരുന്നു. ഇതിന്റെ മണം അടിച്ചപ്പോ തന്നെ എന്റെ വാക്കിയകത്ത് ടൈറ്റാനിക് ഓടാനുള്ള വെള്ളം നിറഞ്ഞായിരുന്നു. ഇടയെ പറഞ്ഞു തീരുന്ന മുമ്പേ നല്ല ചൂടപ്പം എന്റെ ടേബിളിലേക്ക് വന്ന്. പിന്നെ ഞാൻ വിടുവോ, എടുത്ത് തൂക്കി വരണ എന്റെ പ്ലേറ്റിലേക്ക് ഇട്ട് എന്നിട്ട് നല്ല മട്ടൻ അൽമാസ് കോരി അതിന്റെ മേളിലോട്ട് അങ്ങ് വച്ച്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മട്ടൻ അൽമാസ് കഴിക്കുന്നത്. പേര് കേട്ടപ്പോൾ തോന്നിയൊരു കൗതുകമാണ് ഇത് ഓർഡർ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. കറിയും അല്ല റോസ്റ്റും അല്ലാത്തൊരു സാധനം, പക്ഷേ ടേസ്റ്റ് വെറും വിഷയമാണ്, ഒരു രക്ഷയില്ല. കണ്ടു കഴിഞ്ഞാൽ സ്പാർട്ടാനാണെന്ന് തോന്നുമെങ്കിലും ഇത് എനിക്ക് കിട്ടിയ വാട്ടർമെലൺ ജ്യൂസാണ് കേട്ടാ. എന്നിട്ടും എന്റെ അഹങ്കാരം തീർന്നില്ല. ഇവരുടെ ബ്രൗണി കൂടെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. കാണും പോലെയല്ല, നല്ല ചൂടോടെയും തണുപ്പോടെയും അടിപൊളി ആയിരുന്നു കേട്ടോ ഇത്. പിന്നെ ഞാൻ പറഞ്ഞ എല്ലാവർക്കും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ കാര്യം, ഇത് പാരഗൺ റെസ്റ്റോറന്റ് ആണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ലെജൻഡറി റെസ്റ്റോറന്റുകളിൽ ഒന്നാണ് കേട്ടോ നമ്മുടെ പാരഗൺ റെസ്റ്റോറന്റ്. ഞാനിപ്പോ നിൽക്കുന്ന ഇവരുടെ ട്രിവാൻഡ്രത്തെ ബ്രാഞ്ചിലാണ്. അപ്പോൾ വീഡിയോ കണ്ടില്ലേ, എന്നാ പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് അടിച്ചിട്ട് പോടേ.